ഓണം വാമനന്റെയാണോ അതോ ബലിയുടെയാണോ? ഇങ്ങനെ ചില ചോദ്യങ്ങൾ അടുത്ത കാലത്തായിട്ട് നമ്മൾ കേട്ടുവരാറുണ്ട്. ചിലർ അടുത്ത കാലത്തായി വാമന ജയന്തിയാണ് ഓണം എന്ന് പറയാറുണ്ട്. മറ്റു ചിലർ അല്ല, വാമനനാൽ ചതിക്കപ്പെട്ട ബലിയുടെ സ്മരണയ്ക്കാണ് ഓണം എന്നും പറയാറുണ്ട്. ഇതിൽ രണ്ടഭിപ്രായങ്ങൾ ഉണ്ട്. രണ്ടഭിപ്രായങ്ങളെ കുറിച്ച് കമന്റ് പറയുന്നില്ല. ഓണം എന്ന പേര് തന്നെ നമുക്ക് ആദ്യം എടുക്കാം. ഓണം, ഈ ഓണം എന്ന പേര്, ശബ്ദം, വാക്ക് എത്ര പഴക്കമുള്ളതാണ്? കുറഞ്ഞത് 2000 വർഷം പഴക്കമെങ്കിലും എഴുതപ്പെട്ട ചരിത്രത്തിൽ, അഥവാ ചരിത്രത്തിൽ നിന്നും, ചരിത്രം എഴുതാൻ വേണ്ടി നമുക്ക് ആശ്രയിക്കാവുന്ന ഗ്രന്ഥങ്ങളിൽ നിന്ന് ഓണം എന്ന വാക്ക് നമുക്ക് കാണാൻ സാധിക്കും. പ്രത്യേകിച്ച് കേരളത്തിലെ ഏതൊരു ആഘോഷമാകട്ടെ, കേരളത്തിന്റെ പാരമ്പര്യമാകട്ടെ, അതിൽ നല്ലൊരു ശതമാനം നമ്മൾ കടപ്പെട്ടിരിക്കുന്നത് തമിഴ്നാടുമായിട്ടാണ്. അഥവാ തമിഴ്നാട് എന്ന് പറഞ്ഞ വേറൊരു നാടല്ല, നമ്മൾ പരിപൂർണമായും തമിഴ്നാടിന്റെ ഭാഗമായിരുന്നു. ആ തരത്തിൽ നമ്മളും തമിഴരാണ്. ചേര, ചോള, പാണ്ഡ്യ എന്നുള്ള മൂവേന്തന്മാര് ഭരിച്ചിരുന്ന നാടുകളിൽപ്പെട്ട ഒന്ന് തന്നെയായിരുന്നു നമ്മൾ എന്ന് വസിക്കുന്ന കേരളം. അതുകൊണ്ട് കേരളത്തിന് മാത്രം ഒരു പ്രത്യേകത, അങ്ങനെ പ്രത്യേകത ഒന്നുമില്ല. തമിഴിന് പ്രത്യേകത പോലെ തന്നെ മലയാളത്തിനുമുണ്ട്, അഥവാ കേരളത്തിനുമുണ്ട്. മൂവേന്തന്മാർ ഭരിച്ചിരുന്ന ഒരിടം. അതിൽ ഓണം എന്ന പേര് വരുന്നത് ആദ്യമായി, അഥവാ വളരെ പ്രാചീനമായ ഗ്രന്ഥങ്ങളിൽ, മധുരൈ കാഞ്ചി പോലുള്ള ഗ്രന്ഥങ്ങളിൽ ഓണത്തെക്കുറിച്ച് പറയുന്നുണ്ട്. അതിന് ചരിത്രകാരന്മാരെന്നെ 1500 വർഷത്തിലധികം പഴക്കം പറയുന്നുണ്ട്. 1500 വർഷത്തിലധികം പഴക്കമുള്ള മധുരൈ കാഞ്ചി പോലുള്ള ഗ്രന്ഥങ്ങളിൽ ഓണത്തെക്കുറിച്ച് പറയുന്നുണ്ട്. മാത്രമല്ല, ഓണം ഏറ്റവും ഗംഭീരമായിട്ട് ആഘോഷിച്ചിരുന്ന സ്ഥലം മധുരയാണ്. എവിടെ? നമ്മുടെ പഴനിക്കപ്പുറത്തുള്ള മധുര മീനാക്ഷിയുടെ മധുര. പാണ്ഡ്യന്റെ നാട്ടിൽ ഓണം വളരെ കെങ്കേമയായിട്ട് ആഘോഷിച്ചിരുന്നു. എന്തായിരുന്നു ആ ഓണം? മായോന്റെ അവതാര ദിനമായിട്ടാണ് ഓണത്തെ ആഘോഷിച്ചത്. മായോൻ ഏതൊരു ദ്രാവിഡ ദൈവമാവൂലേ? ഒന്നുമല്ല, മായോന്റെ അവതാര ദിനമായിട്ടാണ് ഓണം ആഘോഷിച്ചത്. ആരായി മായോൻ? മഹാവിഷ്ണുവിന് പ്രാചീന തമിഴിൽ പറയുന്ന പേരാണ് മായോൻ. അങ്ങനെ മായോന്റെ അവതാര ദിനം, അത് എപ്പോഴാണ് ആഘോഷിച്ചെന്ന് പറഞ്ഞാൽ ഭാദ്രപദത്തിലെ ശുക്ലപക്ഷ ദ്വാദശിക്കാണ് മായോന്റെ അവതാര ദിനമായിട്ട് ആഘോഷിച്ചിരുന്നത്. ഈ ഭാദ്രപദ മാസത്തിലെ ശുക്ലപക്ഷത്തിലെ ദ്വാദശി എന്നുള്ളത് വാമനമൂർത്തിയുടെ അവതാര ദിനമായി ഭാരതം എല്ലാം ആഘോഷിക്കുന്ന ദിവസമാണ്. അപ്പോ ഓണം എന്ന വാക്കിന് ബന്ധം മഹാവിഷ്ണുവിന്റെ വാമനാവതാരവുമായിട്ടാണ് എന്ന് തമിഴ് ഗ്രന്ഥങ്ങളിൽ നിന്നും നമുക്ക് അർത്ഥം ലഭിക്കുന്നു, അല്ലെങ്കിൽ തെളിവ് ലഭിക്കുന്നു. ശരി, ശ്രാവണം ആണ് സംസ്കൃതത്തിലെ ശ്രാവണമാണ് ദ്രാവിഡത്തിലെത്തിയപ്പോൾ അത് ഓണമായി മാറിയത്. ശരി, ഇനി കേരളത്തിലേക്ക് വരിക. എന്നാൽ തമിഴ്നാട്ടിലെ പ്രാചീനമായിട്ടുള്ള ഓണാഘോഷങ്ങളിൽ അന്നത്തെ ഈ ഓണാഘോഷം എന്നൊക്കെ പറഞ്ഞാൽ ആനകളുടെ ആ മത്സരം, അതുപോലെ തന്നെ അതിഥികളെ സൽക്കരിക്കാൻ വേണ്ടി മാംസവും എല്ലാം കൊടുത്തുള്ള വെച്ചാൽ നമ്മളിപ്പോ ഓണസദ്യക്ക് നമ്മൾ എല്ലാം വെജിറ്റേറിയൻ ഭക്ഷണമാണ്, അല്ലെ, സസ്യാഹാരമാണ്. എന്നാൽ 2000 വർഷങ്ങൾക്ക് മുൻപ് തമിഴ്നാട്ടിലുണ്ടായിരുന്ന ഓണാഘോഷങ്ങളിൽ ഏറ്റവും വ്യാപകമായി അതിഥികളെ സൽക്കരിക്കാൻ വേണ്ടി ഉപയോഗിച്ചിരുന്ന മാംസം തന്നെയാ. മാംസമാണ്. അത് പറയാൻ മടിക്കേണ്ട കാര്യമൊന്നുമില്ല. ശരി, അപ്പോ പറഞ്ഞു വന്നത്, പക്ഷെ ആ ഓണത്തിന് മഹാബലിയും വാമനനും ചേർത്ത് വെച്ചിട്ടുള്ള കേരളത്തിലെ ഐതിഹ്യവുമായിട്ട് യാതൊരു ബന്ധവുമില്ല. കാരണം അവിടെ ബലിയുടെ പരാമർശമേ ഇല്ല. കേരളത്തിൽ ബലിയുമായി ചേർത്ത് വെച്ചാണ് നമ്മൾ ഓണം ആഘോഷിക്കാറുള്ളത്, സംശയമൊന്നുമില്ല. കേരളത്തിലെ ഓണാഘോഷം ബലിയുമായി ചേർത്ത് വെച്ച് തന്നെയാണ്. പക്ഷേ അങ്ങനെ ആ ആഘോഷം എവിടുന്ന് വന്നു എന്ന് പറഞ്ഞാൽ കേരളത്തിന്റെ മാത്രം പ്രത്യേകതയല്ല. ഇതിനു മുമ്പ് സമയത്ത് പറഞ്ഞിരുന്നു, ബലിപ്രതിപദ എന്നൊരു ആഘോഷം കർണാടകത്തിലും ഗോവയിലും മഹാരാഷ്ട്രയിലൊക്കെ ഉണ്ടായിരുന്നു. വർഷത്തിലൊരിക്കൽ തന്റെ പ്രജകളെ കാണുവാൻ വരുന്ന ബലിയെ ആദരിക്കുവാൻ എന്തുവേണ്ടി നമ്മൾ ആഘോഷിച്ചിരുന്ന ഒരു ആഘോഷമായിരുന്നു ബലിപ്രതിപദ എന്നുള്ളത്. മാത്രമല്ല, ഈ ബലിപ്രതിപദയെ കുറിച്ച്, ബലിപ്രതിപദയിലെ ഈ ബലി നാടകം, എങ്ങനെയാണോ ബലിയെ വാമനൻ കെട്ടിയത് എന്നുള്ള ഭാഗങ്ങളൊക്കെ ഉണ്ടല്ലോ,
പറയുന്ന 2000-ലധികം വർഷം പഴക്കമുള്ള സംസ്കൃതത്തിന്റെ വ്യാകരണ ഗ്രന്ഥമായിട്ടുള്ള ഭഗവാൻ പതഞ്ജലിയുടെ മഹാഭാഷ്യത്തിൽ പറയുന്നുണ്ട്. മഹാഭാഷ്യത്തിൽ പറയുന്നുണ്ട്. ശരി, അവിടെ നിൽക്കട്ടെ. അപ്പൊ ഞാൻ പറഞ്ഞത് ആ ബലിപ്രദ എന്ന് പറയുന്ന ബലിയെ പൂജിക്കുന്ന, വർഷത്തിൽ ഒരിക്കൽ വിചാരിക്കുന്ന, സൽക്കരിക്കുന്ന ഒരു ചടങ്ങ് കേരളത്തിന് പുറത്തുണ്ടായിരുന്നു. അപ്പൊ അത് കേരളത്തിലേക്ക് വന്നിട്ടുണ്ട്. എന്നാൽ കേരളത്തിന്, തമിഴ്നാട്ടിലെ പഴയ ഓണം, വാമന ജയന്തിയാകുന്ന ഓണവും ബലിപ്രതിപദയും കൂടി ചേർന്ന് ഒരു ഐതിഹ്യത്തിന്റെ രൂപത്തിൽ സംഗമിച്ചാണ് കേരളത്തിൽ ഒരു ഓണം ഉണ്ടായിട്ടുള്ളത്. അപ്പൊ കേരളം ഇപ്പൊ പറയാണ് വാമന ജയന്തി മാത്രമാണ് ഓണം എന്ന് പറഞ്ഞാൽ അങ്ങനെ വിശ്വസിക്കുന്നവർക്ക് അങ്ങനെ വിശ്വസിക്കാം. ബലിയുടെ മാത്രമാണ്, അത് വാമനന്റെ അല്ല എന്ന് വിശ്വസിക്കുന്നവർക്ക് അങ്ങനെ വിശ്വസിക്കാം. പക്ഷെ ചരിത്രപരമായ തെളിവുകൾ നോക്കുകയാണെങ്കിൽ അത് വാമനാവതാരവുമായി ബന്ധപ്പെട്ട, കാരണം നമ്മൾ തൃക്കാക്കരപ്പനെ വെച്ച് പൂജിക്കുന്ന ആരെയാണ്? വാമനമൂർത്തിയാണ്. അപ്പോ വാമനാവതാര ജയന്തിയും അതുപോലെ ബലി എന്ന് പറയുന്ന പ്രജാതൽപരനായ മഹാബലി ചക്രവർത്തിയുടെ സ്മരണ പുതുക്കുവാനും രണ്ടും കൂടി ചേർത്ത് തന്നെയാണ് കേരളത്തിലെ ഓണാഘോഷം. അതുകൊണ്ട് ബലിയുടെയാണ്, അല്ല ബലിയുടെ മാത്രമാണ്, അല്ല വാമനന്റെ മാത്രമാണ് എന്ന് പറഞ്ഞാൽ രണ്ടും അർദ്ധസത്യമേ ആവൂ എന്നാണ് ഇതെല്ലാം പഠിച്ചു നോക്കിയപ്പോൾ നമുക്ക് തോന്നിയിട്ടുള്ളത്. ഇതൊരു വിചാരം മാത്രമാണ്, ഇതിങ്ങനെ മാത്രമാണ് എന്ന് ഉറപ്പിച്ച് പറയല്ല. അപ്പൊ ഈ ഒരു വിചാരവും കൂടി എല്ലാവരുടെയും മുമ്പിൽ ഒന്ന് അവതരിപ്പിക്കുകയാണ് ചെയ്യുന്നത്. എല്ലാവർക്കും നമസ്കാരം.